എളുപ്പത്തിലൊരു പഴംപൊരി നമുക്ക് തയ്യാറാക്കാം. നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലെ ഒരു ബൗളെടുക്കാം. ബൗളിലേക്ക് 1 കപ്പ് അളവിന് മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിന് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. 1/4 ടീസ്പൂൺ ഉപ്പുപൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന്, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ഈസ്റ്റ്. എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ വേണം ഇതൊന്ന് കുഴച്ച് വയ്ക്കാനായിട്ട്. ഇവിടെ ഞാനിപ്പം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടി. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മുടെ മാവെല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. 3 പഴം എടുത്തിട്ടുണ്ട്. 2ആയിട്ട് മുറിച്ചതിന് ശേഷം ഒരു പഴം 3 പീസായിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിൽ പഴം മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. അടിപൊളി വാഴയ്ക്കപ്പം റെഡി.